ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റാന്നിക്കാൻ മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു റോഡിൻ്റെ ശോചനീയാവസ്ഥയാണ്. 2023 മാർച്ചിൽ 4 കോടി രൂപ പുനരുദ്ധാരണത്തിന് വേണ്ടി അനുവദിച്ച റോഡ് ഇപ്പോൾ നവംബർ ആയിട്ടും ഈ അവസ്ഥയിൽ തന്നെ തുടരുകയാണ്. ജണ്ടായിക്കൽ വലിയകുളം അടിച്ചുപുഴ അത്തിക്കയം റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ചിൽ 4 കോടി രൂപയാണ് ഈ റോഡ് പുനരുദ്ധാരണത്തിന് വേണ്ടി അനുവദിച്ചത്. എന്നാൽ അത് വെറും കടലാസിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇതുവഴിയുള്ള യാത്ര വളരെയധികം ദുഷ്കരമാണ്. 2 വീലറിൽ പോലും ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഈ റോഡ് ജണ്ടായിക്കയിൽ നിന്നുമാണ് തുടങ്ങുന്നത്. ഈ റോഡിൻ്റെ തുടക്കഭാഗം തന്നെ റാന്നിയിൽ നിന്ന് ജണ്ടായിക്കലോട്ട് എത്തുന്നിടത്ത് വളവിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. വലതു സൈഡ് ചേർന്ന് മാത്രമേ വാഹനങ്ങൾക്ക് പോകാനാകൂ. എതിർദിശയിൽ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തി കൊടുക്കുക അല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. അതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ജണ്ടായിക്കൽ, വലിയകുളം, അടിച്ചുപുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് റാന്നിയിൽ എത്തിച്ചേരാനുള്ള പ്രധാന പാതയാണ് ഇത്. ഇവിടെ നിന്നും എന്ത് ആവശ്യങ്ങൾക്കും ആൾക്കാർക്ക് റാന്നി ടൗണിൽ എത്തിച്ചേർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ദിനം പ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. 2 വീലറിൽ പോലും ഈ റോഡിൽ കൂടെ സുഗമമായി സഞ്ചരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് വലിയ വണ്ടികളുടെ അവസ്ഥ. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ റോഡിൽ കൂടെയാണ് വെള്ളം ഒലിക്കുന്നത്. റോഡിൽ കൂടെ ഉറവകളും മറ്റുമായി വെള്ളം എപ്പോഴും ഒലിക്കുന്നത് ഒരു സ്ഥിരം കാഴ്ച തന്നെയാണ്. റോഡിൽ പല സ്ഥലത്തും കാനകൾ ഉണ്ടെങ്കിലും ഇവയെല്ലാം കാട് കയറി മണ്ണും പിടിച്ച് എല്ലാം നിറഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്താൽ വെള്ളം റോഡിലൂടെയാണ് ഒലിക്കുന്നത്. പല റോഡുകൾക്കും ഫണ്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും റോഡുകളുടെ പുനരുദ്ധാരണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. ഈ റോഡിൻ്റെ പണി വൈകാനായി തടസ്സമായി നിൽക്കുന്നത് പല കാരണങ്ങളാണ് പലരോടും അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഈ റോഡിൻ്റെ പുനരുദ്ധാരണത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തുതന്നെയാണെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഈ നാട്ടിലെ ആൾക്കാർക്ക് യാത്രാ സൗകര്യം ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മഴ പെയ്താൽ 2 വീലറിൽ പോകുമ്പോൾ പലപ്പോഴും റോഡിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. 2 വീലർ മറിയാനും ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു കുഴിയിലേക്കാണ് ഈ റോഡിൻ്റെ അവസ്ഥ. ഈ റോഡിന് എത്രയും പെട്ടെന്ന് ഒരു മോചനം ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ദിവസവും KSRTC ബസ് ഉൾപ്പെടെ 7-8 ബസ്സുകൾ സർവീസ് നടത്തുന്ന ഒരു പ്രധാന പാതയാണ് ഇത്. ഈ റോഡിൻ്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ റാന്നി മുതൽ അടിച്ചുപുഴ വരെയുള്ള ഈ റോഡിലൂടെ ഒരു തവണ നിങ്ങളൊന്ന് യാത്ര ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ റോഡിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നുള്ളത്. ഈ റോഡിലെ വളരെ കുറച്ച് ഭാഗത്തെ വീഡിയോ മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ള സ്ഥലങ്ങളുടെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ വീഡിയോ ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ചെറുതാക്കി കാണിക്കാനോ ഒരു വ്യക്തിയെയോ വ്യക്തിഹത്യ ചെയ്യാനോ വേണ്ടി എടുത്തതല്ല. ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോഴുള്ള അവസ്ഥ സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വഴി ഈ റോഡിന് ഒരു ശാപമോക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും ഉള്ളൂ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ഉന്നത അധികാരികളിലേക്ക് എത്തിക്കാനായി എല്ലാവരും ശ്രമിക്കുക. ഈ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവരുടെയും ആവശ്യമായി തന്നെ കണ്ട ഈ വീഡിയോ നിങ്ങൾ ഏറ്റെടുക്കുക. ഈ റോഡ് മാത്രമല്ല ഇതിൻ്റെ സമീപ റോഡുകളായ റാന്നിയിൽ നിന്നും ജണ്ടായിക്കൽ വരെ വരുന്ന വഴിയും
അതുപോലെ ജണ്ടായിക്കയിൽ നിന്ന് ബംഗ്ലാങ്കടവ് വഴി വഴശ്ശേരിക്ക് പോകുന്ന വഴിയും ഇതിനേക്കാട്ടിലും തകർന്നു കിടക്കുകയാണ്. ഈ റോഡിൻ്റെ എല്ലാം പുനരുദ്ധാരണത്തിന് പല പല സ്കീമുകളിലായി ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഒന്നും ഇവിടെ നടപ്പാകുന്നില്ല. ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്തുതന്നെയാണെങ്കിലും കാരണങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് റോഡ് നാട്ടുകാർക്ക് സഞ്ചാരയോഗ്യം ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വ്യത്യസ്തവും ഇൻട്രസ്റ്റിംഗ് മറ്റൊരു വീഡിയോയിലൂടെ ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.